നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്ത്രീത്വത്തെ അപമാനിച്ച കേസിൽ അഡ്വക്കേറ്റ് BA ആളൂരിന്റെ അറസ്റ്റ് ഫെബ്രുവരി 5 വരെ ഹൈക്കോടതി തടഞ്ഞതോടെ കൂടുതൽ വെളിപ്പെടുത്തലുമായി അതിജീവിത രംഗത്ത്. വസ്തു കേസ് വേഗത്തിലാക്കാൻ ജഡ്ജിക്കും കമ്മീഷണർക്കും നൽകാൻ 3 ലക്ഷം രൂപ അഡ്വക്കേറ്റ് ആളൂർ വാങ്ങിയെന്നാണ് വെളിപ്പെടുത്തൽ. സംഭവത്തിൽ ബാർ കൗൺസിലിന് യുവതി പരാതി നൽകി. ആളൂർ ഓഫീസിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസിൽ പരാതി നൽകിയ യുവതിയാണ് അഭിഭാഷകനെതിരെ കൂടുതൽ ആരോപണമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്റെ വസ്തു കേസ് ജില്ലാ കോടതിയിലുണ്ട്. ബംഗളൂരുവിൽ സ്ഥിരതാമസമായ തനിക്ക് കേസിന്റെ ആവശ്യത്തിന് നിരന്തരം നാട്ടിലെത്താൻ കഴിയുമായിരുന്നില്ല. എന്നാൽ കേസ് വേഗത്തിൽ തീർക്കാൻ ജഡ്ജിക്കും പോലീസിനും പണം നൽകിയാൽ മതിയെന്ന് ധരിപ്പിച്ച് 2 തവണയായി 3 ലക്ഷം വാങ്ങുകയായിരുന്നുവെന്ന് യുവതി പറഞ്ഞു. കമ്മീഷണർക്ക് നൽകാനെന്ന പേരിൽ മാർച്ച് 18-നും ജഡ്ജിയുടെ പേരിൽ ജൂൺ 5-നാണ് പണം കൈമാറിയതെന്നുമാണ് ബാർ കൗൺസിലിന് നൽകിയ പരാതിയിൽ യുവതി വ്യക്തമാക്കിയത്. യുവതിയുടെ പരാതി അടുത്ത ജനറൽ കൗൺസിൽ യോഗം പരിശോധിക്കുമെന്ന് ബാർ കൗൺസിൽ ചെയർമാൻ വ്യക്തമാക്കി. യുവതി നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ ഹൈക്കോടതി അഡ്വക്കേറ്റ് ആളൂരിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതി കെട്ടിച്ചമച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടി ആളൂർ നൽകിയ ഹർജിയിലായിരുന്നു നടപടി. കേസിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിനാൽ മുൻകൂർ ജാമ്യ ഹർജിയുടെ ആവശ്യമില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. വക്കീൽ ഫീസ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് പരാതിക്ക് പിന്നിലെന്ന് ആളൂർ കോടതിയെ അറിയിച്ചു. എറണാകുളം സ്വദേശിയായ യുവതിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സെൻട്രൽ പോലീസ് കേസെടുത്തത്. ജനുവരി 31-ന് അഡ്വക്കേറ്റ് ആളൂരിന്റെ കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് ഉച്ചയ്ക്ക് 1 മണിയോടെ തന്റെ അനുവാദമില്ലാതെ ശരീരത്തിൽ കടന്നു പിടിച്ചെന്നാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. കേസിന്റെ കാര്യം സംസാരിക്കാൻ ഓഫീസിന്റെ മുകളിലുള്ള ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമായിരുന്നു സംഭവം. തന്റെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫീസ് ആളൂർ ചോദിച്ചിരുന്നു. അത്രയും പണം കയ്യിലില്ലെന്ന് പറഞ്ഞപ്പോൾ സഹകരിച്ചാൽ മതിയെന്നും ഫീസ് വേണ്ടെന്ന് പറഞ്ഞതായും പരാതിയിലുണ്ട്. കഴിഞ്ഞ 1.5 വർഷമായി കേസുമായി ബന്ധപ്പെട്ട് ആളൂരിനെ അറിയാമെന്നും പല ഘട്ടങ്ങളിലായി ഫീസ് ഇനത്തിൽ ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ പരാതിക്ക് പിറകിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ആളൂർ പ്രതികരിക്കുന്നത്. യുവതി ഓഫീസിലെത്തി കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ജൂനിയർ അഭിഭാഷകർ അടക്കം ഓഫീസിലുണ്ടായിരുന്നു. യുവതിയുടെ കേസിൽ തന്റെ ജൂനിയർ അഭിഭാഷകരെ നേരിട്ട് ഇടപെടുത്തുന്നതിൽ പരാതിക്കാരിയായ യുവതിയുമായി തനിക്ക് ചില തർക്കമുണ്ടായിരുന്നു. ഇതിന്റെ വിരോധമാകാം പരാതിക്ക് പിറകിലെന്നും ആളൂർ പറയുന്നു. സംഭവത്തിൽ അഡ്വക്കേറ്റ് BA ആളൂരിന്റെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറെടുക്കുകയാണ്. എറണാകുളം സെൻട്രൽ പോലീസാണ് ആളൂരിന്റെ മൊഴിയെടുക്കുക. ഒരു കേസിന്റെ ആവശ്യത്തിന് ഞാൻ ആളൂരിന്റെ ഓഫീസിൽ പോയി. പണമില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഫീസ് വേണ്ട, ചില കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഒട്ടുമിക്ക ക്ലയൻസും ഇതുപോലെ കോംപ്രമൈസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് തോളിൽ പിടിച്ചു. ആ സമയം പ്രതികരിച്ച് ഞാൻ അവിടെ നിന്നിറങ്ങി സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകി. ഞാൻ കേസ് നൽകുമെന്ന് തോന്നിയിട്ടാവും അയാൾ പലതവണ എന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. എൻ്റെ ഒരു സുഹൃത്തിനെ നിരന്തരം വിളിച്ചു. എന്നാൽ ഞങ്ങൾ പ്രതികരിച്ചില്ല എന്നായിരുന്നു അതിജീവിത നേരത്തെ പറഞ്ഞത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.